ചോറൊക്കെ വളരെ കുറച്ച് മതി കേട്ടോ. പിന്നെ നമുക്ക് കോളിഫ്ലവർ ഇടാം. കുറച്ച് കോളിഫ്ലവർ ഇരിക്കട്ടെ. പിന്നെ അച്ചാറിടാം. മാങ്ങാക്കാലത്ത് മാങ്ങാക്കറി, മാങ്ങ അച്ചാർ, മാങ്ങ ഉപ്പിലിട്ടത്, മാങ്ങ തെര, മാങ്ങ പായസം എല്ലാം ഉണ്ടാക്കും. പിന്നെ വേണ്ടതിന് എന്താ, നമുക്ക് കുറച്ച് പായസത്തിന് ഈ സൈഡിൽ വയ്ക്കാം. ആവശ്യമെങ്കിൽ നമുക്ക് ഒരു ഡബ്ബയിലോട്ട് മാറ്റാം. ഒരു കപ്പിൽ കുറച്ച് പായസം എടുക്കാം അല്ലേ. നല്ല കട്ട പായസമാണ്, അമ്പല പായസം പോലെ ഇരിക്കുന്ന പായസം ഉണ്ടാക്കിയത്. ഇനി നമുക്ക് മാങ്ങാക്കറി എടുക്കാം. തവി ചെറുതായി പോയല്ലോ, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിഭവങ്ങൾ.